മലയാള സിനിമയിൽ ലഹരി ഇടപാടുകളും ഉപയോഗവും അത്ര പുതുമയുള്ള കാര്യമല്ല അല്ലേ? എന്നാൽ മയക്കുമരുന്ന് ഇടപാടുകൾ സീരിയൽ രംഗത്തേക്കും വ്യാപിക്കുകയാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 10 കിലോ കഞ്ചാവുമായി പിടിയിലായ ആര്യനാട് സ്വദേശി പ്രശാന്ത് സിനിമ സീരിയൽ മേഖലയിലുള്ളവർക്ക് ലഹരി എത്തിക്കുന്നതിലെ പ്രധാനി എന്നാണ് വിവരം. തലസ്ഥാനത്തെ ലഹരി വിരുദ്ധ സ്ക്വാഡായ ഡാൻസ് ഓഫിനെ വിളിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി കുടുങ്ങിയത്. ഇയാളുടെ ബന്ധങ്ങളും ഇടപാടുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് വൻതോതിൽ ലഹരിമരുന്നു കച്ചവടം നടക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് പ്രശാന്ത് പിടിയിലാകുന്നത്. ഇയാളുടെ പക്കൽ നിന്നും വലിയ ബാഗുകളിലായി ഒളിപ്പിച്ചിരുന്ന 10 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. പ്രശാന്തിന് കഞ്ചാവ് എവിടെ നിന്നാണ് ലഭിച്ചത് എന്നതിനെക്കുറിച്ച് പോലീസ് വ്യക്തമായ സൂചനകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിനു പിന്നിൽ വലിയൊരു ലഹരി മാഫിയ തന്നെ ഉണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. പിടിയിലായ പ്രശാന്തിന് സിനിമ സീരിയൽ രംഗത്തുള്ളവരുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഈ മേഖലയിലെ വിതരണക്കാർക്ക് കൈമാറാനാണ് ലഹരിമരുന്ന് എത്തിച്ചതെന്ന് പ്രതി മൊഴി നൽകിയതായാണ് വിവരം. നഗരത്തിലെ പ്രമുഖ ലോഡ്ജുകളും ഷൂട്ടിംഗ് ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ച് ഇയാൾ ലഹരി എത്തിക്കാറുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള പ്രത്യേക ലഹരി വിരുദ്ധ സംഘം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പ്രശാന്തിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. സിനിമ സീരിയൽ മേഖലകളിൽ വിതരണം ചെയ്യുന്നതിനു വേണ്ടി കൊണ്ടുവന്നതാണ് പിടിച്ചെടുത്ത കഞ്ചാവ് എന്നാണ് സൂചന. കേസുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.